അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇന്നലെ 1-ാം തീയതി ആയിട്ട്, അതായത് പുതുവർഷം പുറന്നു വന്ന് നമ്മൾ 2026 വന്നതിൽ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് കുറ്റം പറയണ്ട, വേണ്ട, പോട്ടെ, എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ഒരാളെ ടാർഗറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും മെയിനായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ എന്നാലും ഒരു പുതുവർഷമല്ലേ, അത് മോശമായി പോകില്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ വരാറുന്നത്. ആരും അതിൽ സാങ്കേതിക പ്രോബ്ലം കൊണ്ട് ക്ഷമ ഞാൻ ചോദിക്കുന്നു, എല്ലാവരും എൻ്റെ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ തവളാച്ചി മോറി എനിക്കിട്ടൊരു പണി തന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കട്ടെ. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ മക്കളെ അടുത്ത് പിടിച്ചിട്ട് എൻ്റെ സ്വന്തം മക്കൾ പറടി കേൾക്കട്ടെ, എൻ്റെ സ്വന്തം മക്കൾക്ക് ഞാൻ കൊടുക്കാത്തത് മനസ്സ് വരില്ല പോലും. ഒരു വിട്ട് അതായത് എൻ്റെ സ്വന്തം മക്കൾക്ക് ഞാൻ കൊടുക്കാത്തത് മറ്റുള്ള മക്കളെന്ന് പറഞ്ഞാൽ എല്ലാം കൊച്ചുങ്ങളാണ്. കുഞ്ഞുങ്ങൾ ആടതായാലും കുഞ്ഞുങ്ങളല്ലേ. എൻ്റെ മനസ്ഥിതിക്ക് ഞാൻ ഒരു കൊച്ചിനെ കണ്ട ഇപ്പോൾ വഴിയിൽ നമ്മൾ എത്രയോ ആൾക്കാരുണ്ട്, എങ്ങനെയാണ് റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ പല ആന്ധ്രാപ്രദേശിൽ നിന്നും പല സ്ഥലത്തു നിന്നൊക്കെ കുഞ്ഞു കൊച്ചുണ്ട്. കാര്യം അവരെ വെച്ചാണ് ഇവർ തെണ്ടിച്ച് ജീവിക്കുന്നത്. പക്ഷേ അവരെ തെണ്ടിച്ച് ജീവിക്കുന്നത് അത് ഖേദമായൊരു കാര്യമാണ്. ഒന്നാമത്തെ കേസ് അത് ചെയ്യാൻ പാടില്ലാത്ത കേസാണ്. പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടുക, അങ്ങനെ ജീവിക്കണം. ഇത് കൊച്ചുങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കും. എന്നാലും ഞാൻ പൈസ ആയിട്ട് കൊടുക്കില്ല. കൊച്ചുങ്ങളെ വിളിച്ചിട്ട് പോയും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാണ് എൻ്റെ ഉലകനാഥനാണ് സത്യം. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ മേടിച്ചു തരാം. അത് നമ്മൾ കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ പരങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളെ വെച്ച് ആൾക്കാർ പലതും കാണിക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പൈസ കൊടുക്കില്ല കേട്ടോ. തെണ്ടുന്ന കുഞ്ഞുങ്ങൾക്ക്, റോട്ടിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കായാലും എവിടെ നിന്നാലും കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുക്കരുത്. കഴിക്കാൻ വല്ലതും കൊടുക്കുക. എൻ്റെ പോളിസി തന്നെ കേട്ടോ. ഞാൻ എൻ്റെ പോളിസി തുറന്ന് പറയണത്, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളാം. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പൈസ കൊടുക്കില്ല. പിന്നെ ഞാൻ പൈസ കൊടുക്കും ആർക്കെന്നറിയോ? നല്ല വയസ്സായി അവരെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂല, അങ്ങനെയുള്ള ആൾക്ക് പൈസ കൊടുക്കും. പക്ഷേ എൻ്റെ നാട്ടുകാരായിരിക്കണം, കേരളക്കാരായിരിക്കണം. വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ കൊടുക്കൂല, 1 രൂപ കൊടുക്കൂല. അവർ അവിടെ നിന്ന് ഇവിടെ വന്ന് തരേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് ഇല്ലേ? ഭാഷ നിങ്ങൾ എവിടാ? നമ്മൾ ഒരാൾക്കൊരു 1 രൂപ കൊടുക്കും, 1 രൂപ മതി കൊടുക്കുന്നെങ്കിൽ ആദ്യം ചോദിക്കുക നിങ്ങൾ എവിടെ ഉള്ള എന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ. എൻ്റെ പോളിസിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് തെറ്റായി തോന്നി നിങ്ങൾക്ക് തോന്നാം. നമ്മളെ നാട് ആദ്യം നമ്മൾ അയൽവക്കം, പിന്നെ അത് നമ്മളെ പഞ്ചായത്ത്, അത് കഴിഞ്ഞിട്ട് വേണം പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ല, അങ്ങോട്ട് എനിക്ക് പറഞ്ഞുവിടാം. എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരാളെ സഹായിക്കാൻ. പിന്നെ ഇവള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഇവളെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ മക്കളെല്ലാം ഒന്നല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മിനിറ്റ് കരടിച്ച് മൊറി, കപ്പളങ്ങ മൊറി, തവളച്ച മൊറി, രായമ്മേ, ഞാൻ ചോദിക്കട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മളെ നാട്ടിലെ മക്കൾ തന്നെയാണ്. മക്കൾ തന്നെയാണ്. ഈ നാട്ടിലെ ആ നാട്ടിലായാലും എല്ലാം മക്കൾ തന്നെയാണ്. പക്ഷെ മക്കളെ വിട്ട് ചെയ്യുന്ന കേസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അന്ന് അധികം കയറിപ്പോയതാണ്. അത് നിങ്ങളെല്ലാം ഞാൻ എല്ലായിടത്തും വിഷമം ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നതല്ല. ആ പറഞ്ഞു വന്നതിൽ ഒരു ചെറിയ ഇത് വന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ മക്കൾ തന്നെയാണ്. കൊച്ചുങ്ങൾക്ക് അതിനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം എൻ്റെ കൊച്ചിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രയും ചങ്കുറപ്പുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ നോക്കാനുള്ളൊരു ജീപ്പ്
ഞാൻ ഇങ്ങനെ ഒരു ആളോടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഏത് കപ്പലുമലയുടെ കഥയെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഈ ആളുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ, ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ സഹകരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? വന്നപ്പോൾ ഓരോ കപ്പൽ ചുഴിച്ചാന്ന് പോയി. അവസാനം എൻ്റെ ഒരു കപ്പലേ ഉള്ളായിരുന്നു. അപ്പോഴും എൻ്റെ കപ്പിത്താൻ പറഞ്ഞു, മുതലാളി ഇത് ശരിയല്ല, ആ പെണ്ണോടുള്ള കമ്പനി വിടുന്നു. അവസാനം എന്ത് പറ്റി? ഞാൻ ഭിക്ഷക്കാരനായി. എടീ മൂങ്ങാച്ചി, നീ എവിടെ കിടന്ന് തിളച്ചാലും ചൂടിലേ തിളയ്ക്കാൻ പറ്റും. നീ അത് ആദ്യം മനസ്സിലാക്കി. നിന്നെ ആറ്റിങ്ങിൽ നിന്ന് അടിച്ച് ഓടിച്ചതാണെന്നും നിൻ്റെ സഹോദരൻ മരിച്ചത് എന്തിനാണെന്നും നിൻ്റെ മക്കൾ ആർക്കൊക്കെ ഉള്ളതാണെന്നും ഞാൻ വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ.